ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ എല ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനത്തെ നമ്മുടെ വേദയുടെ കുഞ്ഞിനെ പൊന്നുപോലെ നോക്കുക കേട്ടോ തരുണും അമ്മയും. അപ്പോൾ വേദ പഠിക്കുന്ന സ്ഥലത്താണല്ലോ. അങ്ങനത്തെ നമ്മുടെ വേദയുടെ കുഞ്ഞിന് സ്വന്തം കുഞ്ഞാണെന്നുള്ള ആ ഒരു ഇതിൽ കഥയൊക്കെ പറഞ്ഞു കൊടുത്ത് അതിനെ വളർത്തി വലുതാക്കി ഭയങ്കര സന്തോഷമായിട്ടുള്ള ഇത്. ആ ഒരു സമയത്താണ് നമ്മുടെ തരുണിന് ട്രാൻസ്ഫർ വരുന്നത്. അങ്ങനെ ട്രാൻസ്ഫറിൻ്റെ ആ ഒരു ഇതൊക്കെ വന്നു. അപ്പോഴേക്കും പിന്നെ അവർ താമസിക്കുന്നിടത്തുനിന്ന് സ്ഥലം മാറിയൊക്കെ പോകുന്ന ആ ഒരിത്, അങ്ങനെ ആ ഒരു സിറ്റുവേഷനും കാര്യങ്ങളും കാണിക്കുക. പിന്നെ പാക്കിങ്ങും കാര്യങ്ങളും അവർ അവിടെ നിന്ന് പോകുന്നതും പിന്നെ അടുത്ത സ്ഥലത്ത് എത്തുന്നതുമായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ആദ്യമേ കാണിക്കുന്നത്. അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് അവിടെ നമ്മുടെ ആൻഡ്രൂ സാർ, അതായത് ആകെ ആ ജയിലിൽ നമ്മുടെ വിക്രത്തിനൊരു തണലായി ഉണ്ടായിരുന്ന സാറ് വിരമിക്കുന്ന ആ ഒരിതാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ യാത്രയയപ്പ് കാര്യങ്ങളും ഒക്കെ നടക്കുക. അപ്പോൾ അദ്ദേഹത്തിന് യാത്രയയപ്പ് കൊടുക്കുന്നു, എല്ലാവരും അരികിലുണ്ട്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ പൊന്നാടയൊക്കെ അണിയിച്ച് അദ്ദേഹത്തിന് നല്ല ട്രീറ്റൊക്കെ കൊടുത്ത് ഇവർ പറഞ്ഞു വിടുകയാണ്. അപ്പോൾ എല്ലാവരും ഭയങ്കര സന്തോഷത്തോടെ ഇരിക്കുന്നു. അതിനുശേഷം പിന്നെ നമ്മുടെ ആൻഡ്രൂ സാറ് ഇവരോട് സംസാരിക്കാനായിട്ട് വന്നു. അപ്പോൾ പ്രിയപ്പെട്ട സഹോദരന്മാരെ എന്ന് വിളിച്ചിട്ടാണ് അദ്ദേഹം സംസാരിക്കുന്നത്. കഴിഞ്ഞ 32 കൊല്ലമായി കേരളത്തിലെ പല പല ജയിലുകളിലായിരുന്നു എൻ്റെ ജീവിതമെന്ന സാറ് എല്ലാവരോടുമായിട്ട് പറയുന്നു. ജയിൽ ക്വാർട്ടേഴ്സുകളിൽ താമസിക്കാൻ വീട്ടുകാർക്ക് താല്പര്യമില്ലാത്തത് കൊണ്ട് ഞാൻ ജയിൽ ക്വാർട്ടേഴ്സുകളിൽ ഒറ്റയ്ക്കായിരുന്നു എന്ന് അദ്ദേഹം പറയാം. അതുകൊണ്ട് തന്നെ ക്വാർട്ടേഴ്സിൽ ഉറങ്ങുന്നതിന് പകരം ഞാൻ കൂടുതലും ഉറങ്ങിയിരുന്നതും ജയിലുകളിൽ തന്നെ ആയിരുന്നു എന്നും പറഞ്ഞു. ജീവപര്യന്തം തടവിന് വിധിക്കപ്പെട്ട ഒരു ഭർത്താവിനെയാണ് എനിക്ക് കിട്ടിയതെന്നും എൻ്റെ ഭാര്യ പലപ്പോഴും കളിയാക്കി പറയുമായിരുന്നു എന്ന കാര്യവും പറയാം. ഇത്രയും കാലത്തെ ജീവിതത്തിനിടയിൽ പലതരത്തിലുള്ള ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ടെന്നും ഭാഗ്യദോഷം കൊണ്ട് ജയിലിലായവർ, അതുപോലെ നിരപരാധികളായിരുന്നിട്ടും ശിക്ഷിക്കപ്പെട്ട് ജയിലിൽ വന്നവർ, ഇതൊക്കെ കേട്ട് വിക്രം ഇങ്ങനെ വിഷമിച്ചിരിക്കാം. മനസ്സിൽ ഒരിക്കൽ പോലും പശ്ചാത്തപിക്കാത്ത കൊടും ക്രിമിനലുകളെക്കാൾ കൊടിയ മനസ്സുള്ള രാഷ്ട്രീയക്കാരെ, മോഷ്ടാക്കളെ, അങ്ങനെ പലതരക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട് എന്ന് പറയാം. പലരും സാഹചര്യങ്ങൾ കൊണ്ടും വൈകാരികമായിട്ടുള്ള എടുത്തുചാട്ടങ്ങൾ കൊണ്ടും തെറ്റിൽ ചെന്ന് പെട്ടവരാണ്. ചിലരൊക്കെ കുറ്റകൃത്യം ശീലമാക്കിയവർ, കൃത്യമായ ഇടവേളകളിൽ ജയിലിൽ നിന്നിറങ്ങി തിരിച്ച് ജയിലിലേക്ക് തന്നെ വരുന്നവർ, അങ്ങനെയുള്ളവരൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ഏത് തരത്തിലുള്ള ആളുകളായിരുന്നാലും ഒരു ജയിലുദ്യോഗസ്ഥന് ഒരേ രീതിയിലേ അവരെ കാണാനായിട്ട് കഴിയുള്ളൂ, പെരുമാറാൻ കഴിയുള്ളൂ. സമൂഹത്തിൽ നിന്നും നിയമം മൂലം മാനസിക പരിവർത്തനത്തിനായി മാറ്റി നിർത്തപ്പെട്ടവരാണ് അവരെന്ന കാര്യവും പറയാം. ശിക്ഷ എന്ന വാക്കിന് നാം കണക്കാക്കുന്ന അർത്ഥമല്ലാതെ സംസ്കൃതത്തിൽ വിദ്യാഭ്യാസം എന്നുകൂടി ഒരർത്ഥം ഉണ്ടെന്നുള്ള കാര്യം പറയുന്നു. ആ ഒരർത്ഥത്തിൽ ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് ജയിലിലേക്ക് വരുന്നവർ വീണ്ടും ഒരിക്കൽ കൂടി മറ്റൊരു തരത്തിലുള്ള വിദ്യാഭ്യാസത്തിന് അയക്കപ്പെടുന്നവരാണ് എന്നുള്ളൊരു തോന്നലിലാണ് ഞാൻ എൻ്റെ ഔദ്യോഗിക ജീവിതം നയിച്ചിട്ടുള്ളതെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ തൻ്റെ ജോലിയിൽ താൻ കൃതാർത്ഥനാണെന്ന രീതിയിലൊക്കെ അദ്ദേഹം ഇങ്ങനെ സംസാരിക്കാം. അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന കൂട്ടത്തിൽ നമ്മുടെ വിക്രത്തിൻ്റെ കാര്യം സാർ എടുത്തിട്ടു. അപ്പോൾ വിധിയെ സ്വയം പഴിച്ചും ജീവിതം നിരാശപ്പെട്ടും ജീവിതം നയിച്ച് വലിയൊരു ഡിപ്രഷനിലേക്ക് കടന്നു പോകുന്നതിന് പകരം ആ ജീവിതത്തെ സർവാത്മകമായി വിനിയോഗിക്കാൻ വിക്രമിന് കഴിഞ്ഞു. ആ ഒരു കാര്യത്തിൽ ഞാൻ വിക്രത്തെ ഒരുപാട് അഭിനന്ദിക്കുകയാണെന്ന് അദ്ദേഹം പറയാം. കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ വിക്രം സ്വയം പുതുക്കി പണിയുകയായിരുന്നെന്നും പൊളിറ്റിക്കൽ സയൻസിൽ ബിരുദാനന്തര ബിരുദം കരസ്ഥമാക്കി എന്ന കാര്യം പറയാം. അത് കേട്ട് എല്ലാവരും കൈയടിക്കുക കേട്ടോ. ഇനിയും ഒരുപാട് ഉയരങ്ങൾ വിക്രമിനെ കാത്തിരിക്കുന്നുണ്ടെന്നുള്ള കാര്യവും പറഞ്ഞ് ശിക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങുന്നതോടെ വിക്രമിന് ഒരു പുതിയ ജീവിതം ഉണ്ടാകുമെന്ന് നമുക്ക് നിസ്സംശയം പറയാമെന്നും അദ്ദേഹം പറയണം. എല്ലാവരും കൈയടിച്ച് വിക്രത്തെ ഇങ്ങനെ പ്രോത്സാഹിപ്പിക്കാം. നിങ്ങളുടെ എല്ലാം അനുവാദത്തോടെ വിക്രം സുധാകരനെ ഞാൻ ഈ വേദിയിലേക്ക് ക്ഷണിക്കുകയാണെന്ന് പറഞ്ഞു. അദ്ദേഹത്തിന് കിട്ടിയ ഒരു പൊന്നാട അത് വിക്രത്തെ അദ്ദേഹം അണിയിക്കുന്നു. എല്ലാവരും എഴുന്നേറ്റ് നിന്ന് കൈയടിച്ചു കേട്ടോ. എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി. അതെല്ലാം കഴിഞ്ഞ് ചായ സൽക്കാരവും കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു. അങ്ങനെ സാറും വിക്രവും കൂടി അവിടെ നിന്ന് ഇങ്ങനെ സംസാരിക്കുവാണ്. അപ്പോൾ എന്താണോ തൻ്റെ മുഖത്തൊരു വിഷമം പോലെ, ഇനി കുറച്ചു കാലം ഭാര്യയുടെയും മക്കളുടെയും കൂടെ ഞാൻ ജീവിക്കട്ടുള്ളൂ. അയ്യോ സാറേ, അതുകൊണ്ടല്ല, കാലങ്ങളായിട്ട് സാർ ഇതിനകത്ത് തന്നെ അല്ലേ എന്ന് ചോദിച്ചു. ഇനിയെങ്കിലും സ്വസ്ഥമായിട്ട് കുടുംബത്തോടും സാർ ജീവിക്കണമെന്ന് വിക്രം പറയുമ്പം ഇവിടെയുള്ളപ്പോഴും എനിക്ക് സ്വസ്ഥതക്കുറവും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ സ്വസ്ഥത കുറേയൊക്കെ നമ്മളായിട്ട് തന്നെ കുറേ ഉണ്ടാക്കിയെടുക്കുന്നതല്ലേ എന്ന് ചോദിക്കുമ്പം സാറ് പ്രസംഗത്തിൽ പറഞ്ഞില്ലേ, കാലങ്ങളോളം നീണ്ട ജീവിതത്തിൻ്റെ ആ ഒരു ഇതുപോലെയായിരുന്നു സാറിൻ്റെ ജീവിതം എന്ന്. അപ്പോൾ അതൊരു രസത്തിന് വേണ്ടി പറഞ്ഞതാടോ. ഏത് നിമിഷവും പുറത്തേക്ക് ഇറങ്ങാൻ കഴിയുന്ന ഞാനും നിങ്ങളും തമ്മിൽ താരതമ്യം ചെയ്യാൻ പോലും പാടില്ല. അതെനിക്ക് അറിയാവുന്ന കാര്യമാണെന്ന് പറഞ്ഞു. അപ്പോൾ അത് മാത്രമല്ല സാറേ, സാറിൻ്റെ ജീവിതം
സാറ് തന്നെ തിരഞ്ഞെടുത്തതല്ലേ എന്ന് ചോദിച്ചു. ഈ ഒരു ജീവിതം അത് അങ്ങനെയല്ലല്ലോ എന്ന് വിക്രം പറഞ്ഞു. നിന്റെ ജീവിതം എന്ന് പറയുന്നത് അങ്ങനെയായിരിക്കാം, പക്ഷേ പലരുടെയും പ്രവർത്തികളാണ് അവരിങ്ങോട്ടേക്ക് എത്തിച്ചത് വിക്രം എന്ന് പറഞ്ഞ് പറയുവാണ്. അങ്ങനെ സാറ് വിക്രത്തെക്കുറിച്ച് ഉപദേശിച്ചേക്കും. പിന്നെ തൻ്റെ ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങൾ, തനിക്കുണ്ടായ തകർച്ചകൾ, ഇതെല്ലാം വിക്രം സാറിനോടും പറയുന്നു. ദേ, ഇനി ഒരിക്കലും ഈ ഒരു പാതയിലൂടെ മുന്നോട്ട് പോകരുതെന്നും നിന്റെ മനസാക്ഷിക്ക് മുന്നിൽ തലയെടുപ്പോടുകൂടി നിൽക്കാൻ നിനക്ക് കഴിയണമെന്നും ആ സാറ് വിക്രത്തിന് ഉപദേശിച്ച് കൊടുക്കുന്നു. അതിനു വേണ്ടുന്ന വിനയവും പക്വതയും ഒക്കെ നിനക്ക് ഇപ്പോൾ ഉണ്ട്. ഇപ്പം നീ നേടിയത് ഒരു ഡിഗ്രി സർട്ടിഫിക്കറ്റ് മാത്രമല്ല, ജീവിതം കൂടുതൽ തെളിച്ചമുള്ളതാക്കാൻ സഹായിക്കുന്ന വെളിച്ചത്തിൻ്റെ ഒരു സർട്ടിഫിക്കറ്റ് ആണെന്ന് കൂടി ആ സാർ വിക്രത്തോട് പറഞ്ഞു. ഒരിക്കലും ആ ഒരു തിരി ഇനി അണയാനേ പാടില്ല എന്നും പറഞ്ഞു. നീ ധൈര്യമായിട്ടിരിക്കാൻ പറഞ്ഞു. അങ്ങനെ ആ സാർ ഉപദേശിക്കുമ്പോൾ വിക്രം സാറിൻ്റെ കാല് തൊട്ട് അനുഗ്രഹം മേടിക്കുക കേട്ടോ. എന്നിട്ട് സാറിങ്ങനെ കെട്ടിപ്പിടിച്ചു വിക്രത്തെ. അങ്ങനെ സാറും വിക്രവും കൂടി അവിടെ നിന്ന് സംസാരിക്കുന്നു. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നത് നമ്മുടെ വേദയുടെ അച്ഛനെ കാണാനൊരു പോലീസ് ഓഫീസർ വരിക. ഹലോ, ഇതാരാ ഇത്, കയറി വാ എന്നും പറഞ്ഞങ്ങനെ അദ്ദേഹം അകത്തേക്ക് വിളിച്ചു. അദ്ദേഹം കയറി വന്നു. വാ ഇരിക്ക്. അങ്ങനെ ശങ്കരൻ നല്ല സ്നേഹത്തോടെയൊക്കെ ഇടപെടുവാണേ. ആ സമയം നരേന്ദ്രന് DYSP ആയിട്ട് ഇവിടെ ചാർജ് എടുത്ത വിവരം ഞാൻ അറിഞ്ഞത്. ഒരു കേസിൻ്റെ കാര്യത്തിന് വന്ന് സംസാരിക്കണമെന്ന് കരുതി ഇരിക്കുകയായിരുന്നു. പക്ഷേ കഴിഞ്ഞ ആഴ്ച മുഴുവനും യാത്രയും മറ്റുമൊക്കെ ആയിട്ട് തിരക്കായി പോയെന്നൊക്കെ പറയും. ഞാനും സാറിനെ വന്ന് കാണണമെന്ന് കരുതി ഇരിക്കുകയായിരുന്നു. പിന്നെ തിരക്ക് കാരണം നടന്നില്ല എന്ന് പറയും. ഇന്നൊരു കാരണം വന്നപ്പോൾ അപ്പോൾ തന്നെ വരാമെന്ന് കരുതിയെന്ന് പോലീസുകാരൻ പറയാം. ബൈ ദ വേ, ചായ വേണമെങ്കിൽ ഞാൻ തന്നെ ഇടണം, വൈഫ് ഇവിടെ ഇല്ല എന്ന് പറഞ്ഞു അദ്ദേഹം. വേണ്ട സാർ, വൈഫ് എവിടെ പോയതാ? അവൾ അമ്മയുടെ കൂടെ ചെന്നൈയിലാണെന്ന് പറഞ്ഞു കേട്ടോ. നരേന്ദ്രൻ എന്താ അടിയന്തരമായി പറയാനുണ്ടെന്ന് പറഞ്ഞത് നീ ചോദിച്ചപ്പോൾ, അത് കുറച്ച് നാളായിട്ട് ചാലക്കുടി ബേസായിട്ട് നടക്കുന്ന ഒരു സ്കാമിൻ്റെ പിന്നാലെയായിരുന്നു ഞാൻ. അപ്പോൾ വീടില്ലാത്ത വളരെ പാവങ്ങളായിട്ടുള്ള ആളുകളിൽ അവരെ കേന്ദ്രീകരിച്ച് നടന്ന ഒരു തട്ടിപ്പാണതെന്ന് വരും പറഞ്ഞു. ചാലക്കുടി കേന്ദ്രീകരിച്ച് ഒരു ഹൗസിംഗ് ഫിനാൻസ് കോർപ്പറേഷൻ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ആയിരുന്നു. ആ വഴിയായിരുന്നു തട്ടിപ്പ്. 2-3 സെൻറ്റ് സ്ഥലം സ്വന്തമായിട്ട് ആളുകൾക്ക് 10-15 ലക്ഷം രൂപ മുടക്കി ഈ കമ്പനി വീട് വെച്ച് നൽകുന്നു. 40% തുക അവർക്ക് നൽകണം, ബാക്കിയുള്ളത് കമ്പനി മുടക്കും. അപ്പോൾ താക്കോൽ കൈമാറി കഴിഞ്ഞാൽ ബാക്കി 60% തുക 5-10 കൊല്ലം കൊണ്ട് അടച്ചു വീട്ടി വീട് സ്വന്തമാക്കാം, ബാങ്ക് പലിശ. അപ്പോൾ ആദ്യം കുറച്ച് ആളുകളൊക്കെ രജിസ്റ്റർ ചെയ്തിരുന്നു. 5-6 വീടുകൾ ഒരുമിച്ച് കൈമാറുകയും ചെയ്തു. പിന്നീട് അത് വെച്ച് വലിയ പരസ്യമായിരുന്നു. ഏതാണ്ട് 100ഓളം പേർ വീടിന് വേണ്ടി രജിസ്റ്റർ ചെയ്തു. 10ഓളം കോടി രൂപയായിട്ട് കമ്പനി മുങ്ങിയെന്ന് പറഞ്ഞു. അങ്ങനെ വിവരങ്ങളെല്ലാം പറയാം. അപ്പോൾ ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ അത് അറിയാവുന്ന ശങ്കരൻ പറഞ്ഞു. അപ്പോൾ ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ ഇനിയാണ് കേസിലെ പ്രധാന വഴിത്തിരിവെന്ന് ഈ പോലീസുകാരൻ പറയാം. അപ്പോൾ ജോബിയുടെ വീടും ഓഫീസും ഞങ്ങൾ കാര്യമായി റെഡി ചെയ്തു. അവിടുന്ന് കമ്പ്യൂട്ടറുകളും പല സാധനങ്ങളും തട്ടിയെടുത്തു എന്ന് പറഞ്ഞു. പരിശോധനയ്ക്കായി കൊണ്ടുപോയ കൂട്ടത്തിൽ ഒന്നുകൂടി ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. 5 കൊല്ലങ്ങൾക്ക് മുൻപ് വനം വകുപ്പിന് നഷ്ടപ്പെട്ടു പോയൊരു ക്യാമറ. മനസ്സിലായില്ല. കണ്ണീർ മലയിൽ വനം വകുപ്പിൻ്റെ കീഴിലുണ്ടായിരുന്ന ഭൂമിയിൽ ആദിവാസി ഊരുകളിലേക്ക് മൃഗങ്ങൾ ഇറങ്ങുന്നുണ്ടോ എന്ന് നിരീക്ഷിക്കാൻ ക്യാമറകൾ വെച്ചിരുന്നു. അതിലൊരു ക്യാമറ മിസ്സായി പോയിട്ടുണ്ടായിരുന്നു. ആരും ഒന്നും അതത്ര കാര്യമായിട്ട് എടുത്തില്ല. അത് എഴുതി തള്ളി വിടുകയും ചെയ്തു. പക്ഷേ ആ ക്യാമറ എടുത്തിരുന്നത് വിക്രം സുധാകരൻ ചന്ദ്രശേഖരനെ കൊലപ്പെടുത്തിയ ആ ഒരു സ്ഥലത്തായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അന്ന് അവിടെ നിന്ന് മാറ്റിയ ക്യാമറയിലെ ചിപ്പിൽ വിഷ്വൽസ് ഇപ്പോഴും വ്യക്തമായിട്ടുണ്ടെന്ന് പറഞ്ഞു. ഇസ് ഇറ്റ് ട്രൂ? അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ നേരിട്ട് തന്നെ സാറിനെ കാണാൻ വന്നതെന്ന് പറയാം. അപ്പോൾ ലാബിലെ പരിശോധനകൾക്കിടയിൽ വിഷയവുമായി ബന്ധമില്ലാത്തൊരു കാര്യമായതുകൊണ്ട് അത് ഒഴിവാക്കി വിട്ടതാണ്. ഭവന തട്ടിപ്പിന് മുൻപ് ഇവർക്ക് വനം കൊള്ളയായിരുന്നു പണിയെന്ന് ലാബ് അസിസ്റ്റൻ്റ് ചോദ്യമാണ് എന്നെ അത് നോക്കാൻ പ്രേരിപ്പിച്ചതെന്ന് പറഞ്ഞു. അന്നത്തെ ആ ഒരു സംഭവത്തിന് ശേഷം ക്യാമറ അവിടെ ഉള്ളതുകൊണ്ട് ജൂബിയും കൂട്ടരും ചേർന്ന് അത് അവിടുന്ന് മാറ്റിയതായിരിക്കും അല്ലേ എന്ന് ശങ്കരൻ ചോദിക്കുമ്പോൾ അതേന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഒരു വലിയ തട്ടിപ്പിൻ്റെ പിന്നിൽ ജോബിയായിരുന്നു. അതാണ് സാർ ഇവിടെ വന്ന് പറഞ്ഞത്. അപ്പോൾ അത് മറ്റാരുടെയും കണ്ണിൽ പെടാതെ അത് ജോബിയുടെ വീട്ടിൽ തന്നെ സൂക്ഷിച്ചു വെച്ചിരിക്കുകയായിരുന്നു. കാലം ഇങ്ങനെ ഒരു കുരുക്കിൽ ആ ക്യാമറ കൊടുക്കുമെന്ന് ജോബി പോലും കരുതി കാണില്ല എന്നും പറഞ്ഞു. എന്നിട്ട് താനത് റിപ്പോർട്ട് ചെയ്തു എന്ന് ചോദിച്ചപ്പം ഇല്ല, സെൻസേഷണൽ കേസ് ആയതുകൊണ്ട് മുകളിൽ നിന്ന് സമ്മർദ്ദം ഉണ്ടാക്കാനുള്ള സാധ്യത ഉള്ളതുകൊണ്ടും ഞാനത് മാറ്റി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. ഇപ്പോൾ അതെവിടെയുണ്ടെന്ന് ചോദിച്ചു. അപ്പോൾ സുരക്ഷിതമാണെന്ന് അദ്ദേഹം പറയാം. എനിക്കത് വേണമെന്ന് പറഞ്ഞു കേട്ടോ. അത് വെച്ച് എനിക്ക് കേസ് റീഓപ്പൺ ചെയ്യണമെന്ന് പറഞ്ഞപ്പം അതിനുള്ള സാധ്യതയുണ്ടെന്ന് തോന്നി. അതാണ് നേരിട്ട് തന്നെ ഞാൻ വരാൻ കാരണമെന്ന് പറഞ്ഞു. അപ്പോൾ താങ്ക് യു പറഞ്ഞു. എന്തായാലും ദേവദൂതനെ പോലെ ആ പോലീസുകാരൻ എത്തിയിട്ടോ രക്ഷിക്കാനായിട്ട്. ഇത് കഴിഞ്ഞതിന് ശേഷം വിക്രത്തെ കാണാനായിട്ട് നമ്മുടെ ശങ്കരൻ വരുന്നു. ശങ്കരൻ വന്ന് വിക്രവുമായി കണ്ട് സംസാരിക്കുവാണ്. അപ്പോൾ അച്ഛനെ കണ്ട സന്തോഷത്തിൽ വിക്രം ഇങ്ങനെ നിൽക്കുവാണ്. അദ്ദേഹത്തിനാണെങ്കിൽ ഭയങ്കര ഒരു സംസാരിച്ച് തുടങ്ങാനൊരിത് സമയത്ത് ഒരു പേപ്പർ അദ്ദേഹം വിക്രത്തിൻ്റെ കയ്യിലേക്ക് കൊടുത്തു. അപ്പോൾ എന്താണെന്ന് ചോദിച്ചു.
അപ്പോൾ ഹൈക്കോടതിയിൽ ഒരു റീപെറ്റീഷൻ കൊടുക്കാൻ പോവുകയാണെന്ന് കാര്യം പറഞ്ഞു. അപ്പോൾ എന്തിനാന്ന് ചോദിച്ചു വിക്രത്തിൻ്റെ കേസ് വീണ്ടും വിചാരണയ്ക്കെടുക്കാനാണിതെന്ന് അദ്ദേഹം പറഞ്ഞു. അന്നേരം ഇതൊക്കെ വേണോ? ഒരിക്കലെല്ലാം കഴിഞ്ഞ് അവസാനിച്ച കേസല്ലേ ഇതെന്ന് വിക്രം ചോദിക്കുമ്പം എത്രയോ കേസുകളിൽ തെളിവുകൾ കാലങ്ങൾക്ക് ശേഷം പൊന്തി വന്നിട്ടുണ്ട് വിക്രം. ഈ കേസിലും വിക്രമിന് അനുകൂലമായൊരു തെളിവ് കിട്ടാൻ ഇത്രയും കാലം എടുത്തു എന്ന് കരുതിയാൽ മതി എന്ന് അച്ഛൻ പറയാം. ഇത്തവണ നമ്മൾ കേസ് ജയിച്ചിരിക്കും. ഒരു പുതിയ ട്രയലിന് ഹൈക്കോടതി സെക്ഷൻ കോടതിയുടെ ആവശ്യപ്പെടും, എനിക്ക് ഉറപ്പുണ്ടെന്ന് അച്ഛൻ പറയുന്നു. എനിക്ക് വേണ്ടി ജോലി ഉപേക്ഷിച്ച് പലരുടെയും മുന്നിൽ തോറ്റുപോയതല്ലേ എന്ന് വിക്രം ചോദിച്ചു കേട്ടോ. ഇനി അത് വേണമെന്ന് ചോദിക്കുമ്പോൾ വേണം, ഇത് ജയിക്കാനുള്ള യുദ്ധമാണെന്നും ഒപ്പിടാൻ പറഞ്ഞു. അങ്ങനെ വിക്രത്തെ കൊണ്ട് ആ മനുഷ്യനെ ഒപ്പിടിച്ചു വാങ്ങിച്ചു. ധൈര്യമായിട്ടിരുന്നു, ഇനി അധികം നാൾ ഇതിനകത്ത് കിടക്കേണ്ടി വരില്ല എന്ന് പറഞ്ഞു. തനിക്ക് വേണ്ടി പുറത്തൊരു ലോകം കാത്തിരിപ്പുണ്ട് എന്ന് അച്ഛൻ പറയുമ്പോൾ ആ ലോകത്ത് ഞാൻ ആഗ്രഹിക്കുന്ന എല്ലാവരും ഉണ്ടാകുമോ എന്ന് വിക്രം ആ അച്ഛനോട് ചോദിക്കുക കേട്ടോ. അപ്പോൾ അത് കേട്ടപ്പോൾ അദ്ദേഹത്തിന് ഉള്ളിലുണ്ട് പറയാൻ, പക്ഷെ പുറത്തേക്ക് പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും വേദയെ കണ്ടെത്താനായോ എന്ന് വിക്രം ചോദിക്കുക. അപ്പോഴും അച്ഛൻ മിണ്ടുന്നില്ല. വേദ പറഞ്ഞത് ഓർക്കുക, ഒരക്ഷരം പോലും മിണ്ടരുത് എന്നും പറഞ്ഞ കാര്യങ്ങൾ. അപ്പോൾ എന്തായാലും വേദയെ നമ്മൾ കണ്ടെത്തും, അത് ഉറപ്പാണ്, അവൾ എവിടെയോ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ നിങ്ങളുടെ ഭാഗത്തു നിന്ന് അന്വേഷിച്ചില്ല എന്നുള്ളൊരു കള്ളം എന്നോട് പറയാൻ നിൽക്കരുതെന്ന് വിക്രം അന്നേരം അച്ഛനോട് പറഞ്ഞു. പലപ്പോഴും ഞാൻ ആ ചോദ്യം ചോദിച്ചിട്ടുണ്ടെന്ന് വിക്രം പറയുക. എനിക്ക് ഉത്തരം ഇതുവരെ കിട്ടിയിട്ടില്ല എന്നും പറഞ്ഞു. ഇപ്പം ഞാൻ പുറത്തിറങ്ങുമെന്ന് അച്ഛൻ ഉറപ്പ് പറയുമ്പോൾ എനിക്ക് ആ ചോദ്യത്തിനുള്ള ഉത്തരം കിട്ടണമെന്ന് വിക്രം പറയാവേ അച്ഛനോട്. അവളെപ്പറ്റി എന്തെങ്കിലും വിവരം നിങ്ങൾക്കറിയാവോന്ന് ചോദിക്കുമ്പം ഇപ്പോൾ ഒന്നും അറിയില്ല എന്ന് അച്ഛൻ പറഞ്ഞു. പക്ഷേ നീ പുറത്തിറങ്ങുന്നതോടെ അവൾ ഈ ഒളിമറ അവസാനിപ്പിക്കും, ഉറപ്പാണെന്ന കാര്യം പറയുക കേട്ടോ. അത് കേട്ടപ്പോൾ വിക്രം ഇങ്ങനെ നോക്കുക. അങ്ങനെ ആ പേപ്പറും വാങ്ങി അച്ഛൻ അവിടുന്ന് പോയി. വിക്രം അവിടെ അങ്ങനെ നിൽക്കുന്നു. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നത് നമ്മുടെ തരുണിനെ. തരുൺ പുതിയ സ്ഥലത്ത് ജോയിൻ ചെയ്തു. അങ്ങനെ അവിടെ ജോലിക്കൊക്കെ കയറി. പിന്നെ അവിടുത്തെ പോലീസുകാരോടൊക്കെ ഭയങ്കര കാര്യമായിട്ട് ഇങ്ങനെ സംസാരിക്കുക കേട്ടോ. എല്ലാവർക്കും ഭയങ്കര പ്രിയപ്പെട്ട ഒരാളായി മാറി നമ്മുടെ തരുൺ. അപ്പോൾ അങ്ങനെ നമ്മുടെ തരുൺ തൻ്റെ ഓഫീസിൽ വന്നിരിക്കുന്നു. അപ്പോഴേക്കും ഒരാൾ അങ്ങോട്ടേക്ക് വരുന്നു. കമിൻ സാർ. മാത്യു കമിൻ. അപ്പോൾ ആരോ കാണാൻ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു, വരാൻ പറയാൻ പറഞ്ഞു. അപ്പോൾ തരുൺ അങ്ങനെ ഇരിക്കുന്നു. അപ്പോഴേക്കും കുറേ രാഷ്ട്രീയക്കാർ അങ്ങോട്ടേക്ക് കയറി വരും. ഹലോ സാർ എന്നൊക്കെ പറഞ്ഞു വന്നിരുന്ന് നമ്മുടെ തരുണിനെ വില പേശാനും തരുണിനെ വിലക്കെടുക്കാനും വന്നിരുന്ന് ഇങ്ങനെ സംസാരിക്കുവാണ്. ആ സമയത്ത് തരുൺ അവന്മാരെ ശരിക്കും പൊളിച്ചടിക്ക് പറഞ്ഞു വിട്ടു. അതിനുശേഷം പിന്നെ എന്തൊക്കെയോ കേസും കാര്യങ്ങളും റെയ്ഡും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളും ഇതെല്ലാം പറയാം. അപ്പോൾ എന്തോ റെയ്ഡിനുള്ള ആ ഒരു സൈനിങ്ങും കാര്യങ്ങളൊക്കെ പറയാം. അപ്പോൾ സബ് കളക്ടർ അവരുടെ കൂടെ പോയിട്ടുണ്ടെന്ന് അറിഞ്ഞതെന്നൊക്കെ പറയാം. അപ്പോൾ അത് കേട്ടപ്പോൾ വാട്ട്? അതെ സാർ, മാഡം ഈസ് ഓൺ ഡ്യൂട്ടി എന്ന് പറഞ്ഞു. അപ്പോൾ ഈ സബ് കളക്ടറായിട്ട് വരുന്നത് മറ്റാരുമല്ല, നമ്മുടെ വേദയാണ്. വേദ ഫസ്റ്റ് ഡ്യൂട്ടിക്ക് ഇറങ്ങിയിരിക്കുന്ന ആ ഒരു സിറ്റുവേഷൻ. അങ്ങനെ ആ ഒരു അടിപൊളി എപ്പിസോഡും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇന്നത്തെ നമ്മുടെ കഥ അവസാനിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം കേട്ടോ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണേ. ടാറ്റാ.